അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് നമുക്ക് രണ്ട് പ്രത്യേകത ഉണ്ട്. അതിലൊരു പ്രത്യേകത ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഈ മഴയാണ്. കാരണം എത്രയോ വേനൽ കഴിഞ്ഞിട്ട് നമുക്കൊരു മഴ കിട്ടിയതാണ്. അത് നല്ല അടിച്ച് പൊളിയായിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ നിക്കിമോനാണ്. ഇന്ന് നിക്കിമോൻ്റെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അവൻ നല്ല ഉറക്കമാണ്. ഇപ്പം നല്ല തണുപ്പ് കിട്ടിയതുകൊണ്ട് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങൊന്നുമില്ല. ഇനി അവനെ വിളിച്ചുണർത്തിയിട്ട് അവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അവൻ്റെ അപ്പ പിറന്നാളിന് വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. ആൾ പുറത്താണ്, പക്ഷെ അവന് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനൊരു വിഷമം കൂടി ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഒരു പിറന്നാളൊക്കെ കുട്ടികളത് കൂടാൻ പറ്റുക എന്ന് പറയുന്നത് ഗൾഫുകാർക്ക് പറഞ്ഞ് ദുർലഭമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. എന്തായാലും മോനൊക്കെ ഉണർന്നിട്ടുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ഇതാണ് അന്ന് നമ്മൾ ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത പറമ്പാണ്. ഇത് ഞങ്ങളെ തന്നെയാണ്, അനിയത്തിൻ്റെയാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് അന്ന് ഞാൻ കാണിച്ച നമ്മൾ വിട്ട വീഡിയോയിലുള്ള ആ വയലൊക്കെ. കൃഷിയൊക്കെ നടക്കുന്നത് അവിടെയാണ്. വാഴ അങ്ങനത്തെ ഒരുപാട് കൃഷികളുണ്ട്. ഇപ്പോൾ അതാ മഴയായപ്പോൾ അവർ വാഴയൊക്കെ കൃഷി ഈ റോഡ് കാണുന്നതിൻ്റെ അപ്പുറത്താണ് കൃഷി നടക്കുന്നത്. അപ്പോൾ അവിടെ വാഴയൊക്കെ അവർ കൊലയൊക്കെ വെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ മഴയായാൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ കഴിഞ്ഞ ഫസ്റ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. അങ്ങനെ നമ്മളെ നിക്കിമോൻ എണീറ്റ് താഴെ എത്തിയിട്ടുണ്ട്. ഇനി അവൻ്റെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ പല്ലൊക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ സ്വന്തം ചെയ്തോളും. വാശിയാണ്, ചില ദിവസം ഭയങ്കര വാശിയാണ്. ഇന്നിപ്പോൾ എന്തോ നല്ല കുട്ടിയായിട്ടാണ് എണീറ്റത്. ഇത് അമ്മയാണ്, അമ്മ പച്ചക്കറിയൊക്കെ മുറുക്കിയാണ്. ഇന്ന് നമ്മൾ സദ്യയാണ് ആക്കുന്നത്. അടുത്തതായിട്ട് അവൻ കുളിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അധികം ആളെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വൈകുന്നേരമാണ് കേക്ക് കട്ടിങ്ങൊക്കെ, വൈകുന്നേരമാണ്. രാവിലെ കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി അവർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അത് അമ്മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കൊടുക്കണം. അപ്പം ഇന്ന് നമുക്ക് ദോശയാണ്. അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ഇട്ട്, ഞാനിന്ന് എണീറ്റ് കുളിച്ച ഉടനെ വിളക്ക് കത്തിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ കുളി കൂടി കഴിയട്ടെ എന്ന് വെച്ചു. കാരണം നല്ല മഴയായതുകൊണ്ട് അമ്പലത്തിലേക്ക് എന്തായാലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിയാം. അത്രയും നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ വരട്ടെ, എണീക്കട്ടെ എന്ന് വിചാരിച്ചതാണ് ഞാൻ വിളക്ക് കത്തിക്കാൻ. ഞങ്ങളിതാ വിളക്കൊക്കെ കത്തിക്കാൻ പോവുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ. മോളാണ്, മോൾക്ക് പനിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഭാഗത്ത്. വിളക്ക് കത്തിക്കുമ്പോൾ ഇടയിൽ കൂടെ കയറി വരും അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. മോളോട്ടിരിക്കുകയാണ്. മോളോട്ടിക്ക് പെട്ടെന്നാണ് ഒരു പനി പിടിച്ചത്. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അവന് കുറി തൊടണം, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവനുള്ള ഒരു വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ അവൻ കൂടെ ഉണ്ടാവും. അവന് ഭസ്മാണെങ്കിൽ വൈകുന്നേരം രാവിലെ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ 2 ബിസ്ക്കറ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആക്കി കൊടുക്കാം കേട്ടോ. മോള് നോക്കിയിരിക്കുക. ഏട്ടച്ചാർ കുളിക്കണം. ഇനി ഏട്ടനെ കുളിക്കാൻ വിട്ടിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ അവൻ കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ദോശയൊക്കെയായി 2 ആൾക്കും കൊടുത്ത് ഏട്ടനും അനിയനും ഇരുന്ന് കഴിക്കുകയാണ്. അവർ തനിയെ കഴിച്ചോളൂ, ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം. എന്നാലും വയറിലെത്തണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം. എന്നാലിങ്ങനെ കഷ്ണം മുറിച്ചിട്ട് കൊടുത്താൽ അവൻ
പൊട്ടിച്ച് കഴിച്ചോളൂ. ചായക്കുടിയൊക്കെ കഴിഞ്ഞ് അവരെ കളി തുടങ്ങിയിട്ടുണ്ട്. അവർ പാട്ട് വെച്ചാൽ ഡാൻസ് കളിക്കുന്ന പണിയാണ് രണ്ടാർക്കും. അപ്പം അവൻ്റെ അപ്പം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ വിളിച്ചതാണ്, വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറയടാ. താങ്ക് യു പറയടാ. താങ്ക് യു പറയ്. ഒരു അങ്ങനെ വിഷിങ്ങൊക്കെ കഴിഞ്ഞ് അവൻ കിടന്നുറങ്ങി കുറച്ച് നേരം. കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ ഒരു പണി നടക്കില്ല, അത്രയും വികൃതിയാണ് ആൾ. അവിടെയും കയറി ഇവിടെയും കയറി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഉറങ്ങി എണീറ്റ് രണ്ടുപേരും കൂടി കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴേക്കും നമ്മളെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ. ഇന്ന് സദ്യയാണ് ആക്കിയത്. അധികാരമൊന്നും വിളിച്ചിട്ടില്ല. എൻ്റെ അനിയത്തിയും മക്കളും മാത്രമേ ഉള്ളൂ. അധികം വേറെ ആരും വിളിച്ചിട്ടില്ല. കാരണം മോനില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നല്ല ചുരുക്കി കഴിച്ചതാണ്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക ഉച്ചയ്ക്ക്. ബാക്കി കേക്ക് കട്ടിങ് മറ്റ് പരിപാടികളൊക്കെ വൈകുന്നേരത്തേക്ക് ആക്കിയതാണ്. എല്ലാവർക്കും വൈകുന്നേരമാണ് വരാൻ പറ്റും. പിന്നെ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. അത് 3 പേർക്ക് ഇലയൊക്കെ ഇട്ടിരുന്ന്. മോക്ക് വയ്യ, എന്നാലും അവളെ ഇരുത്താന്ന് വിചാരിച്ചു. നല്ല പനിയായിരുന്നു അവൾക്ക്. അപ്പോൾ ഡോക്ടറൊക്കെ കാട്ടി വന്നതാണ് ഇന്ന് രാവിലെ പോയിട്ട്. അപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. അതാ മോൾ ഇരിക്കുന്നുണ്ട്. 3 കൂടി ഇരുന്ന് കഴിക്കാനിരിക്കുകയാണ്. അവനിപ്പോൾ കഴിക്കുന്നില്ല. 2-3 ദിവസമായിട്ട് ഭക്ഷണമൊക്കെ കുറവാണ്. ചൂടുകൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് ഭക്ഷണമൊന്നും വേണ്ടല്ലോ. വെള്ളം നന്നായിട്ട് കുടിക്കും. വിളക്ക് അവർക്ക് ഭക്ഷണം വിളമ്പിയിട്ട് കത്തിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ. കാരണം വിളക്ക് കത്തിച്ച് വെച്ചതാണെങ്കിൽ അവൻ പിന്നെ അവിടെ പോയി ഇരിക്കൂല, അതും കളിച്ചിരിക്കും. എൻ്റെ മുന്നിൽ ഇരുന്ന് എണീറ്റെന്നേ ഉള്ളൂ. അവൻ ഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ഏട്ടനാണെങ്കിലും ഒക്കെ വെറുതെ കുഴച്ചിട്ട് എണീറ്റ് പോയതാണ് രണ്ടാളും. അപ്പം പിന്നെ മോള് കുറച്ച് പായസം കൊടുത്തു. അതാണ് അവൻ കഴിച്ചൊരു ഭക്ഷണം എന്ന് പറയാൻ. അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങിൻ്റെ ഡെക്കറേഷൻസാണ്. ഇത് മോളെന്ന് ചെയ്തതാണ്. ഇതൊക്കെ എല്ലാം വലിയ മോന് 5 വയസ്സ്. അവൻ്റെ ഫസ്റ്റത്തെ പിറന്നാൾ തൊട്ട് അവൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം അവർ ഒരു തീം എടുത്ത് അതിന് നമ്മളിവിടെ ഒരു ബീ കേക്ക് ഉണ്ട് പെരിങ്ങളം. അവിടെയാണ് മക്കളെ പിറന്നാളിൻ്റെ കേക്കൊക്കെ ഏൽപ്പിക്കാറ്. ആ കേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കേക്കൊന്ന് കാണാം ആദ്യം. നല്ല കേക്കാണ് അവരെ കേക്ക് കേട്ടോ. കഴിക്കാനാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന തീം ഏതാണോ അത് കറക്റ്റായിട്ട് അവർ നമുക്ക് ചെയ്തു തരും. പിന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേക്ക്. ബട്ടർ സ്കോച്ചാണ് നമ്മൾ
പറഞ്ഞത് കേട്ടോ. ഇതാണ് നമ്മളെ കേക്ക്. ഈ ഒരു കേക്ക് ഷോപ്പിൻ്റെ വീഡിയോ, അവരെ പറ്റിയുള്ള വീഡിയോ ഒക്കെ നമ്മളൊന്ന് എടുത്തിടുന്നുണ്ട് കേട്ടോ. അവർ കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ തിരക്കിലായിപ്പോയി, അതുകൊണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയതുമില്ല. ഇനി അങ്ങോട്ട് നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. മക്കൾക്ക് രണ്ടാൾക്കും, മോൾ തന്നെ ഡ്രസ്സൊക്കെ അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. ചെറിയ മോൾക്കും അവർക്ക് രണ്ടാൾക്കും ടീഷർട്ടും മോക്കൊരു ഉടുപ്പൊക്കെ ആയിട്ട് ഒരേപോലത്തെ ഡ്രസ്സാണ് എടുത്തത്. മോൾക്ക് പനി ആയതുകൊണ്ട് അവൾ ആരടുത്തും നിൽക്കുന്നില്ല, ഭയങ്കര കരച്ചിലാണ്. അച്ചാച്ചൻ്റെ വക ഒരു ബ്രേസ്ലെറ്റ് അവന് വാങ്ങിക്കൊടുത്തിരുന്നു. പിന്നെ നാനിമാരുടെ വക കിട്ടിയ ഗിഫ്റ്റാണിത്. ഫ്ലാസ്കും ഒരു കാസ്ട്രോളും ഒക്കെ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ഇവിടെ ഇടുന്നുണ്ട്. എപ്പോഴും കളിപ്പാട്ടങ്ങളും അതൊക്കെ ആയിട്ട് ഇനി വെക്കാൻ സ്ഥലമില്ല, അത്രയും ഓരോ പിറന്നാളിലും ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ അവരും വിചാരിച്ച് വീട്ടിലേക്ക് ഉപകാരമുള്ള സാധനമാകുമ്പോൾ അതാണല്ലോ നല്ലത്. കുറച്ച് ഫോട്ടോസും ഡെക്കറേഷൻസും ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞത് അവൻ ബൈ പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ബൈ പറയുന്നു കേട്ടോ.